ഒരാൾ, ഒരു വ്യക്തി ഒരു സിംഹത്തെ കണ്ടു മുമ്പിൽ. കാട്ടിലകപ്പെട്ട ഒരു വ്യക്തി ഒരു സിംഹത്തെ മുമ്പിൽ കണ്ടു. അപ്പൊ അയാളുടെ മനസ്സിൽ ഓടാൻ തീരുമാനിച്ചു. അയാൾ ഓടി. ഈ ഓട്ടം എന്നുള്ളത് ഒരു കർമ്മമായി നമ്മൾ കണക്കാക്കിയാൽ, അയാൾ ഓടി, പേടിച്ച് വരണ്ട് ഓടി. ഓട്ടം എന്നുള്ളത് ഒരു കർമ്മമായി, ഒരു അമലായി നമ്മൾ മനസ്സിലാക്കിയാൽ, ഈ ഓട്ടത്തിന്റെ പ്രേരകം എന്തായിരുന്നു? സിംഹത്തെ കണ്ടു എന്നുള്ളതാണ്. സിംഹത്തെ കണ്ടു എന്നുള്ളതാണ് ഓടാനുള്ള കാരണം. സിംഹത്തെ കണ്ടപ്പോ മനസ്സിൽ ചിന്ത വന്നു ഓടണം, അതുകൊണ്ടാണ് ഓടിയത്. അതിനാണ് നിയ്യത്ത് എന്ന് പറയാം. ഈ നടുവിലുള്ള സാധനം, സിംഹത്തെ കണ്ടു, മനസ്സിൽ ഓടണമെന്ന് വിചാരിക്കുന്നു, അതുകൊണ്ട് ഓടുന്നു. ഇതൊക്കെ വളരെ നിമിഷാർദ്ധത്തിൽ കഴിഞ്ഞു പോകുന്ന കാര്യമാണ്. ഈ നടുവിലുള്ള കാര്യമാണ് നിയ്യത്തായിട്ട് പണ്ഡിതന്മാര് പരിചയപ്പെടുത്തുന്നത്. ഇത് ഹൃദയത്തിൽ നിന്നുള്ള കർമ്മമാണ്. നമ്മുടെ അവയവങ്ങൾ പ്രത്യക്ഷത്തിൽ വാഹിറായി നമ്മളുടെ കൈകാലുകൾ ചെയ്യുന്ന കർമ്മത്തെക്കാൾ പ്രധാനമാണ് ദീനിൽ ഹൃദയത്തിന്റെ കർമ്മങ്ങൾ. അഅ്മാലുൽ ഖുലൂബ് എന്നാണ് അതിന് അറബിയിൽ പറയാം. ഹൃദയത്തിന്റെ കർമ്മങ്ങൾ. നമ്മുടെ ഹൃദയത്തിന്റെ കർമ്മങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പുറത്തെത്ര നമ്മൾ ഉഷാറായിട്ടും കാര്യമില്ല. ഹൃദയമാണ് രാജാവ്, അവയവങ്ങൾ പ്രജകളാണ് എന്നാണ് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അള്ളാഹു നമ്മുടെ ഹൃദയത്തിലേക്കാണ് നോക്കുക. ഒരാൾ സുജൂദ് ചെയ്യുന്നു, പക്ഷെ അയാളുടെ സുജൂദ് അള്ളാഹിന്റെ അടുക്കൽ യാതൊരു വിലയില്ലാത്ത സുജൂദായി പോകുന്നു. വേറൊരാൾ ഹജ്ജ് ചെയ്യുന്നു ആത്മാർത്ഥമായി, അയാള് ആത്മാർത്ഥമല്ലാത്ത രൂപത്തിൽ ചെയ്യുകയാണെങ്കിൽ അത് അയാൾ ചെയ്ത പരിശ്രമങ്ങൾ വെറുതെ ആയി പോകുന്നു. കൽബിലില്ലെങ്കിൽ പുറത്തെന്ത് ചെയ്തിട്ടും കാര്യമില്ല. അപ്പം കൽബിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമാണ് നിയ്യത്ത്. ഇതിനാണ് അള്ളാന്റെ അടുക്കൽ നോട്ടമുള്ളത്. നമ്മുടെ കൽബിലേക്ക് അള്ളാഹ് നോക്കുകയാണ്. നോക്കുമ്പോൾ നമ്മൾ നിസ്കരിക്കുന്നത് വേറെന്തോ ലക്ഷ്യത്തിനാണ്, നമ്മൾ നോമ്പ് വെൽക്കുന്നത് വേറെന്തോ ലക്ഷ്യത്തിനാണ്, നമ്മൾ ഈ ക്ലാസ്സിനിരിക്കുന്ന വേറെന്തോ ലക്ഷ്യത്തിനാണ്. പൊതുവെ ഈ കാലഘട്ടത്തിൽ നിയ്യത്തുമായി നമ്മൾ ഒരുപാട് ചർച്ച ചെയ്യണം, നിരന്തരം ചർച്ച ചെയ്യണം, നിരന്തരം ഇടപെടണം, നിരന്തരം ചികിത്സിക്കണം, നിരന്തരം പരിശ്രമിക്കണം, അള്ളാഹുവിനോട് നിരന്തരമായി പ്രാർത്ഥിക്കണം, എന്റെ നിയ്യത്ത് നന്നാക്കി തരണേ എന്ന്. നമ്മുടെ പലപ്പോഴും നമ്മുടെ കർമ്മങ്ങൾക്ക് പിറകിലുള്ള ലക്ഷ്യത്തെ പറ്റി ആലോചിക്കാറില്ല. ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് ഹദീസുകൾ നരകത്തിൽ ആദ്യം പോകുന്ന വ്യക്തി, തൗഹീദുള്ളവരുടെ കൂട്ടത്തിൽ നരകത്തിൽ ആദ്യം പോകുന്ന വ്യക്തി ആരാണെന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിലുണ്ട്. ഈ ഹദീസ്, അബൂ ഹുറൈറ റളിയല്ലാഹുവിന്റെ അടുക്കലേക്ക് ഒരു വ്യക്തി ഒരുപാട് ദൂരം യാത്ര ചെയ്ത് മദീനയിലെത്തി. അബൂ ഹുറൈറയെ കണ്ട്, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ഒരു കാര്യം എനിക്ക് പഠിപ്പിച്ചു തരണമെന്ന് പറഞ്ഞപ്പോ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഈ ഹദീസ് പറയുമ്പോൾ അബൂ ഹുറൈറ പറഞ്ഞു, സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, അള്ളാഹുവിന്റെ റസൂല് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് അബൂ ഹുറൈറ റളിയല്ലാഹുവിന്റെ ബോധം പോയി. വിളിച്ചെഴുന്നേൽപ്പിച്ച് പിന്നെയും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇത് പറയാൻ വേണ്ടി ശ്രമിക്കുകയാണ്, ഈ ഹദീസ് പറയാൻ വേണ്ടി ശ്രമിക്കുകയാണ്. വീണ്ടും അദ്ദേഹത്തിന്റെ ബോധം മറഞ്ഞു. നമുക്ക് അതിൽ നമ്മൾ അത്ഭുതപ്പെടാനൊന്നുമില്ല. നമ്മുടെ മുൻഗാമികൾ, സലഫുകൾ എന്ന് പറയുന്നത് ഖുർആനും ഹദീസും കേട്ടാൽ ഹൃദയത്തിൽ നേരിട്ട് തറക്കുന്ന അമ്പുകളാണ് അവർക്ക്. അതുകൊണ്ട് തന്നെ അവര് ബോധം മറയും. ചില ആളുകളൊക്കെ ആയത്ത് കേട്ട് പൊട്ടി പൊട്ടി കരയും, നരകവും സ്വർഗവും ആലോചിച്ച് രാത്രി ഉറക്കല്ലാതെ നടക്കും. ഇതൊക്കെ അവരുടെ ജീവിതത്തിൽ സാധാരണയായി സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരു ഹദീസ് കേട്ടു, ആ ഹദീസ് കേട്ട് ബോധം മറയാൻ, ആ ഹദീസ് പറയാൻ പറ്റുന്നില്ല. അങ്ങനെ ഈ താബിഈയുടെ നെഞ്ചത്ത് ചാരി ഇരുന്നു കൊണ്ടാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഈ ഹദീസ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, നരകത്തിൽ ആദ്യമായി കടന്നെരിയുന്നത് 3 വിഭാഗം ആളുകളാണ്. അത് കള്ളു കുടിച്ച ആളല്ല, അത് വ്യഭിചരിച്ചവനല്ല, അത് മോഷ്ടിച്ചവനല്ല, മോഷ്ടാവല്ല, മറിച്ച്
ആദ്യം നരകത്തിൽ പോവുക ഷഹീദായ ആളാണ്. ഷഹീദായ ആളാണ് ഇത്ര ആദ്യം നരകത്തിൽ പോവുക. അള്ളാഹുവിന്റെ മാർഗത്തിൽ രണാങ്കണത്തിൽ പോരാടി ഷഹീദായ ആളാണ് ഇത്ര ആദ്യം നരകത്തിൽ പോവുക. മരിച്ചു വീണ ആളാണ്. എന്താണ് സംഭവം നോക്കുമ്പോൾ അള്ളാഹു അദ്ദേഹത്തെ കൊണ്ടുവരും, പരലോകത്ത് കൊണ്ടുവരും. നമ്മളെല്ലാവരും അള്ളാഹ് കൊണ്ടുവരും. പരലോകത്ത് കൊണ്ടുവന്നിട്ട് അള്ളാഹു അയാൾക്ക് ചെയ്തു കൊടുത്തിട്ടുള്ള സകല അനുഗ്രഹങ്ങളും അള്ളാഹു അയാൾക്ക് കാണിച്ചു കൊടുക്കും. അപ്പൊ അയാൾ അത് അംഗീകരിക്കും. എന്നിട്ട് അള്ളാഹു അയാളോട് ചോദിക്കും, ഇതിന് പകരമായി എന്താണ് നീ ചെയ്തത്? ഈ നിഅമത്തുകൾക്ക് പകരമായി എന്ത് ശുക്റാണ് നിന്റെ ഭാഗത്തു നിന്നുണ്ടായത്? അപ്പൊ അയാളുടെ വലിയ വായയിൽ അയാൾ പറയൂത്രേ, അള്ളാഹുവേ, ഞാൻ നിന്റെ മാർഗത്തിൽ രണാങ്കണത്തിൽ പോരാടി ഷഹീദായ വ്യക്തിയാണ്. എന്നെ വേറൊരാൾ വന്ന് വധിച്ചതാണ്, ഞാൻ ഇസ്ലാമിന് വേണ്ടി യുദ്ധം ചെയ്തതാണ് എന്ന് പറയുമ്പോ അള്ളാഹു പറയൂത്രേ, കദബ്ത, നീ പറയുന്നത് നുണയാണ്, കള്ളനാണ് നീ. കാരണം നീ അവിടെ പോരാടിയത്, നീ വലിയൊരു ധീരനാണ്, വലിയൊരു യോദ്ധാവാണ് എന്ന് ആളുകൾ പറയാൻ വേണ്ടിയിട്ടായിരുന്നു. അത് ആളുകൾ പറഞ്ഞു. ഫഖദ് ഖീൽ, അത് പറയപ്പെട്ടു. അതുകൊണ്ട് നിനക്കിനി ഇവിടെ ഒന്നുമില്ല. അയാളുടെ മുഖം വലിച്ചയച്ച് നരകത്തിലേക്ക് വലിച്ചെറിയുന്നതാണ്. അത് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. രണ്ടാമത്തെ വിഭാഗം ആള് ഖുർആൻ പഠിച്ച ആളാണ്. ഖുർആൻ പഠിച്ച ആളോട് അള്ളാഹ് ചോദിക്കുത്രേ, ഈ നിഅമത്തുകളൊക്കെ കാണിച്ചു കൊടുത്തിട്ട് എന്താണ് നീ ഇതിന് പകരം പ്രവർത്തിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയത്രേ, അള്ളാഹുവേ, ഞാൻ നിന്റെ മാർഗത്തിൽ ഖുർആൻ പഠിച്ചു, അത് ജനങ്ങളെ പഠിപ്പിച്ചു, ഓതി. അപ്പൊ അള്ളാഹു പറയത്രേ, കദബ്ത, നീ പറഞ്ഞത് നുണയാണ്. നീ ഖുർആൻ പഠിച്ചത്, ഓതിയത്, പഠിപ്പിച്ചു കൊടുത്തതൊക്കെ നീ വലിയൊരു ഖാരി ആണ്, ഓത്തുകാരനാണ്, വലിയൊരു ആലിമാണ് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ്. അത് ജനങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് ഇവിടെ നിനക്കിനി ഒരു പ്രതിഫലവും ഇല്ല, അയാളെയും നരകത്തിൽ വലിച്ചെറിയും. മൂന്നാമത്തെ വിഭാഗം ആള് നല്ല അള്ളാന്റെ മാർഗത്തിൽ സ്വതക്ക കൊടുത്ത ആളുകളാണ്. അയാളോട് അള്ളാഹ് ചോദിക്കും, എന്താണ് ചെയ്തത്? അപ്പൊ അയാൾ പറയും, അള്ളാഹ്, നിന്റെ മാർഗത്തിൽ എന്തെല്ലാം സ്വതക്ക കൊടുക്കാനുള്ള വഴികളുണ്ടോ അതിലെല്ലാം ഞാൻ സ്വതക്ക കൊടുത്തിട്ടുണ്ട്. അപ്പൊ അള്ളാഹ് പറയും, നീ പറഞ്ഞത് നുണയാണ്, നീ വലിയൊരു ഔദാര്യവാനാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടായിരുന്നില്ലേ സ്വതക്ക കൊടുത്തത്? അത് ആളുകൾ പറഞ്ഞില്ലേ? ഫഖദ് ഖീൽ. ഈ ഹദീസ് മുന്നിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ നിയ്യത്തിനെ പറ്റി സംസാരിക്കേണ്ടതും ചിന്തിക്കേണ്ടതും. അള്ളാഹ് കർമ്മം സ്വീകരിക്കണമെങ്കിൽ നിയ്യത്ത് വേണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു ഹദീസ്. ഉമർ റളിയല്ലാഹു അൻഹു ആണ് ഹദീസ് റിവായത്ത് ചെയ്യുന്നത്. പൊതുവെ ഹദീസ് ഗ്രന്ഥങ്ങളുടെ ഒക്കെ ആദ്യ ഹദീസായി നമ്മൾക്ക് ഈ ഹദീസ് കാണാൻ പറ്റും. സ്വഹീഹുൽ ബുഖാരിയിലെ ആദ്യത്തെ ഹദീസാണ്. ഇമാം ബഗവി അദ്ദേഹത്തിന്റെ ഹദീസ് ഗ്രന്ഥത്തിലെ ആദ്യത്തെ ഹദീസാണ്. അർബഉൻ നവവിയിലെ ആദ്യത്തെ ഹദീസാണ്. റിയാദുസ് സ്വാലിഹീനിലെ ആദ്യത്തെ ഹദീസാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. കർമ്മങ്ങൾ നീയത്തുകൾക്ക് അനുസരിച്ചിട്ടാണ്. രണ്ട് വ്യാഖ്യാനമുണ്ട്. നീയത്തുകൾക്ക് അനുസരിച്ചിട്ടാണ് ഉണ്ടാവുക. എല്ലാ കർമ്മങ്ങളും, നമ്മൾ എന്ത് കർമ്മം ചെയ്യുമ്പോഴും അതിന് പിറകിലൊരു നീയത്തുണ്ട്. നമ്മളെ സിംഹത്തെ കണ്ട് ഓടിയെന്ന് ഞാൻ ആദ്യം പറഞ്ഞാൽ, നമ്മളിപ്പോ ഈ ഖുർആൻ ക്ലാസ്സിന് വരാൻ നമുക്കൊരു നീയത്തുണ്ട്. അതിന് നമുക്കൊരു ലക്ഷ്യമുണ്ട്. നമ്മളൊരു ലക്ഷ്യം കണ്ടിട്ടാണ് ഇവിടെ വന്നത്. ആ ലക്ഷ്യം അനുസരിച്ചിട്ടാണ് കർമ്മം ഉണ്ടാവുക. വേറൊരു വ്യാഖ്യാനമുള്ളത് അള്ളാഹ് സ്വീകരിക്കുക അതനുസരിച്ചിട്ടാണ്. ഓരോ മനുഷ്യനും അവൻ എന്താണോ നീയത്ത് വെച്ചത് അതാണ് അവന് ലഭിക്കുക. നമ്മൾ എന്താണോ നമ്മുടെ കർമ്മം കൊണ്ട് നീയത്ത് വെച്ചത് അത് നമുക്ക് കിട്ടും. നമ്മൾ അള്ളാഹുവിനെയാണ് ലക്ഷ്യം വെച്ചതെങ്കിൽ അത് നമ്മൾക്ക് കിട്ടും. നമ്മൾ ഭൗതികമായ എന്തെങ്കിലും ലക്ഷ്യമാണ് വെച്ചതെങ്കിൽ അത് നമുക്ക് കിട്ടും. അതിൽ റസൂലുള്ള ഒരു ഉദാഹരണം പറയുന്നുണ്ട്. ഫമൻ കാനത് ഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി. ഒരാൾ ഹിജ്റ പോവുകയാണ്, വീട് ഉപേക്ഷിച്ച്, നാടുപേക്ഷിച്ച്
കുടുംബത്തെ ഉപേക്ഷിച്ച് സമ്പത്ത് ഉപേക്ഷിച്ച് ഒരാൾ ഹിജ്റ പോവുകയാണ്, അത് അള്ളാഹുവിലേക്കും റസൂലിലേക്കുമാണ് ആ ഹിജ്റ എങ്കിൽ ഫഹിജ്റത്തുഹു ഇലല്ലാഹി വറസൂലിഹി, അത് അള്ളാഹിലേക്കും റസൂലിലേക്കും തന്നെയാണ്. ഒരാൾ ഹിജ്റ പോകുന്നത് ഇതൊക്കെ ഉപേക്ഷിക്കുന്ന നാട്ടുകാരെ കാണിക്കാനാണ്, അയാളുടെ ലക്ഷ്യം കച്ചവടാണ്. അമൻ കാനത് ഹിജ്റത്തുഹു ഇലാ ദുനിയൻ യുസീബുഹാ ഔ ഇംറഅത്തിൻ യൻകിഹുഹാ, ഒരു പെണ്ണിനെ കെട്ടാൻ വേണ്ടിയിട്ടാണ്, കല്യാണം കഴിക്കാൻ ആ നാട്ടിൽ വേറൊരു പെണ്ണുണ്ട് നിറഞ്ഞിക്കണം, പുറത്ത് കാണുമ്പോൾ ഞാൻ ഇതൊക്കെ ഉപേക്ഷിച്ച് അള്ളാന്റെ മാർഗത്തിൽ വലിയ ത്യാഗിയാണ് എങ്കിൽ അവൻ എന്തൊക്കെയാണോ പോയത് അതൊക്കെയാണോ അവന്റെ ഹിജ്റ. ഫഹിജ്റത്തുഹു ഇലാ മാ ഹാജറ ഇലൈഹി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തെ ഒരു ഹദീസ്, 2 ഹദീസായി. നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രകടനപരതയുടെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ഷോ ഓഫിന്റെ കാലഘട്ടത്തിലാണ്. എല്ലാവരും ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇടുന്ന കാലമാണ്. എല്ലാവരും വാട്സപ്പിലും യൂട്യൂബ് ചാനലില്ലാത്ത കുടുംബങ്ങൾ കുറവാണ്. ഞാൻ എന്തോ ആണെന്ന് എന്നെ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണ്. എല്ലാം വരെ ഉംറ ചെയ്യുകയാണെങ്കിൽ ഐ ആം പെർഫോമിങ് ഉംറ എന്നൊക്കെ പറഞ്ഞ് സ്റ്റാറ്റസ് വെക്കുന്ന കാലമാണ്. എല്ലാ ഇബാദത്തിന്റെയും അതിന്റെ ആ ഒരു അന്തസത്ത നശിപ്പിച്ച് കളയുന്ന രൂപത്തിൽ ഒരു സ്റ്റാറ്റസ് നമ്മളെ പറ്റി ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഒരു സ്റ്റാറ്റസ് നമ്മൾ ഇട്ടാൽ അത് എത്ര ആള് കണ്ടു എന്ന് 20 വട്ടം നോക്കണമല്ല നമ്മള്. നമ്മളാണ് നിയ്യത്തിനെ പറ്റി സംസാരിക്കുന്നത്. ഒരു സ്റ്റാറ്റസ് ഇട്ടാൽ അത് എത്ര ആള് കണ്ടു എന്ന് എത്ര തവണ നമ്മൾ നോക്കും. അതെന്താണ്? ആളുകൾ നമ്മൾ അറിയണം എന്നുള്ള ത്വര, ഹിർസ് നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുണ്ട്. നമ്മൾ തിരക്കേടില്ല എന്ന് ആളുകൾ പറയണം എന്ന ഒരു അന്തർലീനമായ ഉള്ളിന്റെ ഉള്ളിലുള്ള, അറബിയിൽ അതിന് ഷഹ്വത്തുൻ ഖഫിയ എന്നാ പറയാ, ഒരു മറഞ്ഞു കിടക്കുന്ന വികാരം. പുറത്ത് മുഖ്ലിസാണ്, അള്ളാഹ്ക്ക് വേണ്ടി മാത്രമാണ്, ആത്മാർത്ഥത ഉള്ള ആളാണ്, പക്ഷെ ഒരു ഷഹ്വത്തുൻ ഖഫിയ, മറഞ്ഞു കിടക്കുന്ന ഒരു വികാരം നമ്മുടെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ അന്തർലീനമായി കിടക്കുന്നുണ്ട്. ആളുകൾ അറിയണം, കാണണം, കേൾക്കണം, എന്നെ പുകഴ്ത്തണം എന്നുണ്ട്. അതിന് ചികിത്സിക്കാണ് നമ്മൾ വേണ്ടത്. അതിന് ചികിത്സിക്കാണ്. ഞാൻ എൻ്റെ ഉസ്താദ് ഫൈസൽ മൗലവി ഉസ്താദ് പറഞ്ഞൊരു കഥ ഞാൻ ഓർക്കുകയാണ്. ഒരു വ്യക്തി അയാള് 30 വർഷമായി ഒരു ഇബാദത്ത് ചെയ്യുന്നു. 30 വർഷമായി. എന്താണ് അയാളുടെ ഇബാദത്ത്? അയാൾ എല്ലാ വെള്ളിയാഴ്ചയും ജുമുഅക്ക് നേരത്തെ പള്ളിയിലെത്തും. അയാൾ ഫസ്റ്റ് ഓഫിൽ അയാളുടെ ആ സീറ്റിൽ അയാൾ ഉണ്ടാവും എപ്പോഴും. അങ്ങനെ ഒരു ദിവസം അയാളുടെ അയൽവാസി ആരോ മരണപ്പെട്ടത്, ഒരു ജനാസന്റെ വിഷയത്തിൽ അദ്ദേഹം കുറച്ച് വൈകി. ജുമ വൈകിട്ടൊന്നുമില്ല, കുറച്ച് വൈകിയപ്പോ ഇയാളുടെ മനസ്സിൽ തോന്നുകയാണ്, ആളുകൾ ഇപ്പൊ എന്നെ പിറകത്തെ സീറ്റ് കണ്ട എന്താ വിചാരിക്കുക? ഞാൻ ഇത്ര കാലം മുമ്പത്തെ ഒരു സീറ്റിലാണല്ലോ ഇരുന്നിരുന്നത്, തൊട്ട് പിറകിലൊരു സീറ്റിലാണ് ഞാൻ ഇരുന്നാൽ ആളുകൾ എന്ത് വിചാരിക്കും? അയാൾ കുറച്ച് നല്ലൊരു ആബിദൊക്കെ ആയതുകൊണ്ട് അയാള് അപ്പൊ തന്നെ മനസ്സിന് ഒന്ന് തിരിച്ചു പിടിച്ചിട്ട് അയാൾ പറഞ്ഞു, ഞാൻ 30 കൊല്ലം ചെയ്ത ഇബാദത്തും ബാത്തിലായി. കാരണം 30 കൊല്ലം അത് ചെയ്യുമ്പോഴും ഉള്ളിന്റെ ഉള്ളിൽ എന്തുണ്ട്? ആളുകൾ അറിയണം എന്നൊരു ചിന്ത എന്റെ മനസ്സിന്റെ ഉള്ളിൽ എവിടെയൊക്കെയോ ഉണ്ട്. അതുകൊണ്ടാണല്ലോ ഞാൻ വൈകിയപ്പോ എനിക്ക് എന്ത് തോന്നിയത്, ആളുകൾ എന്ത് വിചാരിക്കുന്നു തോന്നിയത്. നമ്മളെ അവസ്ഥ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഏത് വിഭാഗത്തായിരിക്കും 100ൽ 100% നമ്മുടെ ഏത് വിഭാഗത്തായിരിക്കും 100ൽ 100% അള്ളാഹ്ക്ക് വേണ്ടി മാത്രം ഖാലിസായി, അതിനാണ് ഇഖ്ലാസ് എന്ന് പറയാം, കളങ്കമില്ലാതെ, കറയില്ലാതെ, പുകച്ചലുകൾ ആഗ്രഹിക്കാതെ 100ൽ 100% അള്ളാഹ്ക്ക് വേണ്ടി എന്ന് പറയാൻ പറ്റുന്ന ഇബാദത്തുകൾ നമുക്കുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടതും ആലോചിക്കേണ്ടതും. അത് പലപ്പോഴും അല്ല. നമ്മുടെ പല ഇബാദത്തുകളും ലക്ഷ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ല. പുറത്ത് അങ്ങനെയൊക്കെ പറയുമെങ്കിലും എവിടെയൊക്കെയോ ചില വീഴ്ചകൾ ആ വിഷയത്തിൽ നമ്മൾക്കുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും നന്നായി ചികിത്സിക്കേണ്ട ഒരു വിഷയം നിയ്യത്താണ് എന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. നിയ്യത്തിനെ ചികിത്സിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹു നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കൂല. ഒരാള് 60 വർഷം ജീവിച്ചു എന്ന് സങ്കല്പിക്കുക.
60 വർഷത്തെ ജീവിതത്തിന്റെ ഇടയിൽ അയാൾ ഒരു 10 ഹജ്ജ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഉംറകൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് നിസ്കരിച്ചിട്ടുണ്ട്. അയാൾക്ക് പ്രായപൂർത്തി എത്തിയ സമയം തൊട്ട് അയാൾ എന്ത് ചെയ്തിട്ടുണ്ട്? അയാള് നോമ്പ് നോറ്റിട്ടുണ്ട്, ഫർള് നിസ്കാരങ്ങൾ കൃത്യമായി പള്ളിയിൽ പോയി നിസ്കരിച്ചിട്ടുണ്ട്, ഒരുപാട് നല്ല ക്ലാസ്സുകളിൽ പങ്കെടുത്തിട്ടുണ്ട്, ഒരുപാട് സൽക്കർമ്മങ്ങൾ അയാൾ ചെയ്തിട്ടുണ്ട്. പരലോകത്ത് ചെല്ലുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇതൊന്നും ഇവിടെ എടുക്കൂല എന്ന് പറഞ്ഞാൽ അതെത്ര വലിയ നഷ്ടമായിരിക്കും. നമ്മൾ പരലോകത്ത് ചെല്ലുമ്പോൾ അള്ളാഹ് പറയാണ്, ഇതൊന്നും ഇവിടെ സ്വീകരിക്കൂല, കാരണം ഇതൊന്നും എനിക്ക് വേണ്ടി ചെയ്തതല്ല. ഇതിൻ്റെയൊക്കെ പിറകിൽ മറ്റു ചില ലക്ഷ്യങ്ങളായിരുന്നു, നിയത്തുകളായിരുന്നു ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ എത്ര സങ്കടമായിരിക്കും നമുക്ക് ഉണ്ടാവുക. അതാണ് ഖുർആൻ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ നഷ്ടബോധവും. ആ നഷ്ടബോധം ഇല്ലാതിരിക്കാൻ നമ്മൾ നമ്മുടെ നീയത്തിനെ ചികിത്സിച്ചു തുടങ്ങണം. ഓരോ നിമിഷവും നമ്മൾ നീയത്തിന് വേണ്ടി പരിശ്രമിക്കണം. സുഫിയാനു സൗരി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം അറിയപ്പെട്ട ഹദീസ് പണ്ഡിതനാണ്, നമ്മളൊക്കെ കേട്ട് പരിചയമുള്ള ആലിമാണ്. അദ്ദേഹം പറയുന്നു, മാ ആലജ്തു ശൈഅൻ അലയ്യ അശദ്ദ മിൻ നിയതി ഇന്നഹാ തതഖല്ലബു അലൈ. ഞാൻ ഒരു കാര്യവും കൈകാര്യം ചെയ്തിട്ടില്ല, നീയത്തിനേക്കാൾ അതൊരു പ്രശ്നം പിടിച്ച കാര്യമാണ്. നമ്മൾ നല്ല നീയത്താക്കാൻ വിചാരിക്കും. നമ്മൾ നല്ല നീയത്തിൽ നിസ്കരിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ആളുകൾക്ക് വേണ്ടി നമ്മൾ നീയത്ത് മാറ്റും. നമ്മളിങ്ങനെ നിസ്കരിക്കുകയാണ്, നമ്മൾ സാധാ ഓതുന്ന ഖുൽഹുവല്ലാഹു അതൊക്കെ എടുത്ത് ഓതുകയാണ്. പെട്ടെന്ന് ഒരാൾ ബാക്കിൽ വന്ന് നമ്മളെ ഇമാമാക്കി നമ്മൾ ബക്കറയാക്കും. എന്താ കാരണം? അയാൾക്ക് വേണ്ടി നമ്മൾ മാറ്റി. നമ്മുടെ നീയത്ത് മാറിക്കൊണ്ടേയിരിക്കുകയാണ്, നിമിഷങ്ങളിൽ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ അതിനെ ചികിത്സിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. നമ്മുടെ കാര്യങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണ് ഇസ്തിഖാമത്ത്. എല്ലാവരും ആഗ്രഹിക്കും. എന്താണ് എല്ലാവരും ആഗ്രഹിക്കുക? ഞാനിപ്പോ ഇന്ന് നല്ല രൂപത്തിൽ നിസ്കരിച്ചു, ഇപ്പൊ കുറച്ചായിട്ട് 5 വക്തിനും പള്ളിയിൽ പോകാൻ പറ്റുന്നുണ്ട്. ഇത് മരണം വരണം തുടർന്ന് കിട്ടിയെന്നെങ്കിൽ. ഇന്ന് ഹറാമൊന്നും കണ്ടിട്ടില്ല, ഇന്ന് സിനിമകൾക്കൊന്നും പോയിട്ടില്ല, ഇന്ന് ഇൻസ്റ്റാഗ്രാമിൽ സമയം ചെലവഴിച്ചിട്ടില്ല, ഇന്ന് കുറച്ച് ഖുർആൻ ഓതിയിട്ടുണ്ട്. ഇതങ്ങ് മരണം വരെ തുടർന്ന് കിട്ടിയിരുന്നെങ്കിൽ, ഇത് പതിവാക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാത്ത ആരും നമ്മുടെ കൂട്ടത്തിലില്ല. എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മുടെ പല തീരുമാനങ്ങളും, നമ്മുടെ നമ്മൾ മനസ്സിന് ഉറപ്പിച്ചു വെച്ച വാഗ്ദാനങ്ങളൊക്കെ കുറച്ചു കാലം കഴിഞ്ഞാൽ നിൽക്കും. ഒരാഴ്ച കഴിഞ്ഞാൽ പിന്നെ അത് വീണ്ടും നമ്മൾ പിന്നെയും ശങ്കരൻ തെങ്ങി തന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെയും പഴയ പോലെ തന്നെ. നമ്മളെല്ലാത്തിലും ഉണ്ട്, നമ്മൾ പലതും കാണും, നമ്മൾ തിയേറ്ററിലും പോകും, നമ്മൾ എല്ലാത്തിലും ഉണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെയും തൗബ വരും, പിന്നെയും നന്നാവും, പിന്നെയും ഖുർആൻ ഓതും, കുറച്ച് കഴിഞ്ഞാൽ പിന്നെയും കേടരും, പിന്നെയും നന്നാവും. ഇങ്ങനൊരു ലൂപ്പ്. ഇതൊന്നും രക്ഷ കിട്ടാൻ ആഗ്രഹിക്കാത്ത ആരുമില്ല. അതിനൊന്നാമത് ചെയ്യേണ്ടത് നീയത്ത് നന്നാക്കാണ്. നീയത്ത് നന്നായാൽ അള്ളാഹു തുടർച്ച തരും. നീയത്ത് അല്ലെങ്കിൽ എവിടെങ്കിലും വെച്ച് മുറി, ഉറപ്പാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയുടെ അമലിനെ പറ്റി അത് ദീമത്തായിരുന്നു, സദാ ചെയ്യുന്ന കർമ്മങ്ങൾ, കുറച്ചാണെങ്കിലും എന്നും ചെയ്യും. നബിയുടെ കുറച്ചല്ല, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം കുറച്ചാണെങ്കിലും എന്നും ചെയ്യാന്നുള്ളതാണ്. എന്നും ചെയ്യാൻ നമുക്ക് പറ്റാത്ത എന്തുകൊണ്ടാണ്? നമ്മൾ എന്താണ് ഒരുപാട് തവണ നന്നാവാൻ ആലോചിക്കുന്നത്? ഇഖ്ലാസ് ഉണ്ടെങ്കിലേ അള്ളാഹു തുടർച്ച തരൂ. ഇഖ്ലാസ് ഇല്ലെങ്കിൽ നമുക്ക് തുടർച്ച കിട്ടൂല. അള്ളാഹ്ക്ക് വേണ്ടിയുള്ളതേ നിലനിൽക്കൂ, അള്ളാഹ്ക്ക് വേണ്ടി അല്ലാത്തത് എന്നെങ്കിലും മുറിയും. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ജനിച്ചത് ഹിജ്റ 194, മരണപ്പെട്ടത് ഹിജ്റ 256, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ഇന്ന് ഹിജ്റ മുഹറം തുടങ്ങിയല്ലോ 1448. നമ്മളിപ്പോഴും ഇമാം ബുഖാരി എന്ന് പറയാൻ കാരണം എന്താണ്? നമ്മളിപ്പോഴും ഇമാം ബുഖാരിയുടെ പേര് ഇവിടെ പരാമർശിക്കപ്പെടാൻ കാരണം എന്താണ്? ഇന്നും ഹദീസ് പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഇമാം ബുഖാരിയെ പഠിക്കാൻ കാരണം എന്താണ്? ഇന്നും ഖുത്വ പറയുന്ന ആളുകൾ ഇമാം ബുഖാരിയെ റെഫർ ചെയ്യാൻ കാരണം എന്താണ്? എല്ലാവർക്കുമാണ് ഇമാം ബുഖാരിനെ. എന്തുകൊണ്ട്? അദ്ദേഹത്തിന്റെ മനസ്സിന്റെ വൃത്തിയാണ്. അതുകൊണ്ട് അള്ളാഹ് കബൂലിയത്ത് കൊടുത്തു. അത് പിന്നെ കാലഘട്ടങ്ങൾ അതിജയിച്ച നീയത്ത് ജയിച്ചു.
ഇമാം ബുഖാരി മരണപ്പെട്ടാലും ഇമാം ബുഖാരി ജീവിച്ചിരിക്കുന്നു. അറബിയിൽ ഒരു കവിത ഉണ്ട്, ഖദ് മാത ഖൗമുൻ വമാ മാതത് മകാരിമുഹും വആശ ഖൗമുൻ വഹും ഫിന്നാസി അംവാതു. ഖദ് മാത ഖൗമുൻ, ചില ആളുകൾ മരണപ്പെട്ടു പോയി. വമാ മാതത് മകാരിമുഹും, അവരുടെ സത്പ്രവർത്തനങ്ങളോ കീർത്തികളൊന്നും മരണപ്പെട്ടിട്ടില്ല. വആശ ഖൗമുൻ, ചില ആളുകൾ ജീവിച്ചു. എങ്ങനെയാണ് ജീവിച്ചത്? വഹും ഫിന്നാസി അംവാതു, ജനങ്ങളിൽ മരിച്ചവരെ പോലെ ജീവിച്ചു. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഭാഷയിൽ പറഞ്ഞാൽ നടക്കുന്ന ഖബർസ്ഥാനുകൾ. കൽബ് മരിച്ചിക്കണ്, ആ കൽബ് മരിച്ചിക്കണ്, ആ കൽബിനൊരു ഖബർസ്ഥാനായി നമ്മൾ നടക്കുന്നു. നടക്കുന്ന ഖബർസ്ഥാനുകളായി നമ്മൾ മാറി. കൽബിന് വൃത്തിയില്ല, ഹൃദയത്തിന് വൃത്തിയില്ല. നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളിലും എന്തൊക്കെയോ ലക്ഷ്യങ്ങൾ കടന്നുകൂടാണ്. നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ പോലും എന്തൊക്കെയോ ലക്ഷ്യങ്ങൾ വരികയാണ്. ഒരു കുട്ടി പഠിക്കാൻ പോകുമ്പോൾ കുട്ടിക്ക് തോന്നുകയാണ്, ഞാൻ ഇങ്ങനെ പഠിച്ചിട്ട്. നമ്മൾ ഉമ്മമാരന് ചെറുപ്പത്തിൽ എന്താ മക്കളെ പഠിപ്പിച്ചു കൊടുക്കണത്? വളർന്നു വലുതാകുമ്പോൾ ആളുകൾക്ക് മുമ്പിൽ അറിയപ്പെടുന്ന ആളാണോ? അങ്ങനല്ലേ പഠിപ്പിച്ചു കൊടുക്കണേ? നമുക്ക് എവിടുന്നാണ് കിട്ടിയത്? നമുക്ക് അള്ളാഹുവിന്റെ അടുക്കൽ അറിയപ്പെട്ടാൽ മതി. അള്ളാന്റെ അടുക്കൽ അറിയുന്ന ആളാകണം എന്ന് ഉമ്മമാര് പഠിപ്പിച്ചു കൊടുക്കണം. നമ്മൾ മക്കളെ ചെറുപ്പത്തിൽ പഠിപ്പിക്കുമ്പോൾ ആരെ മുമ്പിൽ അറിയപ്പെട്ടിട്ടില്ലെങ്കിലും അള്ളാന്റെ അടുക്കൽ അറിയപ്പെട്ട ആളാകണം. ചില ആളുകൾ ഭൂമി ലോകത്ത് എല്ലാവർക്കും അറിയും, ആകാശലോകത്ത് അവരെ പറ്റി യാതൊരുവിധ പരാമർശവും ഉണ്ടാവില്ല. ആകാശലോകത്ത് അറിയപ്പെടുന്ന പലരും ഭൂമി ലോകത്ത് ആർക്കും അറിയൂല. ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഇന്ന് ജീവിച്ചിരിക്കുന്ന അറിയപ്പെട്ട ഒരു കർമ്മശാസ്ത്ര പണ്ഡിതനാണ്, മദീനയിലുള്ള. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഒരു ഉസ്താദുണ്ട്, ആ ഉസ്താദിന്റെ അത്ര ഇബാദത്ത് ചെയ്യുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ അയാൾ ആർക്കും അറിയില്ല, അദ്ദേഹത്തെ ആർക്കും അറിയില്ല. അദ്ദേഹത്തിന്റെ പേര് നിങ്ങൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കാണൂല, അദ്ദേഹത്തിന്റെ വീഡിയോ ക്ലിപ്പുകൾ കാണൂല. പക്ഷെ ഞാൻ കണ്ടതിൽ വെച്ച ഏറ്റവും സ്വാലിഹായ മനുഷ്യൻ അദ്ദേഹമാണ് എന്ന് ഒരിക്കൽ അദ്ദേഹത്തിന്റെ ഉസ്താദിനെ പറ്റി പറയുന്നുണ്ട്. നമ്മൾ ആഗ്രഹിക്കേണ്ടതും നമ്മൾ കൊതിക്കേണ്ടതും അള്ളാന്റെ അടുക്കൽ നമുക്ക് പേര് കിട്ടണം. വേറെ ആര് നമ്മൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും നമ്മുടെ പ്രവർത്തനങ്ങൾ ഷോ ഓഫ് ചെയ്യാനുള്ളതല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഐം പെർഫോമിങ് ഉംറ, ഐം പെർഫോമിങ് സ്വല എന്നൊക്കെ പറഞ്ഞ് സ്റ്റാറ്റസ് വെക്കാനുള്ളതല്ല. അത് നമ്മൾ പരലോകത്ത് ചെല്ലുമ്പോൾ നമുക്ക് കാണണം. നമ്മുടെ കർമ്മങ്ങൾ നഷ്ടപ്പെടാതെ, നീയത്തിന്റെ പേരിൽ നഷ്ടപ്പെടാതെ നമുക്ക് കാണണം അവിടെ ചെല്ലുമ്പോൾ. അതിനു വേണ്ടിയിട്ടുള്ളതാണ്. 20 വർഷം എടുത്തു ഞാൻ എൻ്റെ നീയത്ത് ശരിയാക്കാൻ എന്നൊരു പണ്ഡിതൻ പറയുന്നുണ്ട്. 20 വർഷം. ഇതൊരു നിമിഷത്തിന്റെ പണിയല്ല. നമ്മൾ ഈ ഹദീസ് ക്ലാസ് അല്ലെങ്കിൽ വിജ്ഞാനവേദി മജ്‌ലിസ് ഇൽമ് കഴിഞ്ഞ് പോയാൽ നമ്മളെ നീയത്ത് ഒന്നാവുന്നില്ല. ഇതൊരു അധ്വാനത്തിന്റെ വിഷയമാണ്. ഇതൊരു അധ്വാനത്തിന്റെ കാര്യമാണ്. നല്ല അധ്വാനിക്കണം. എപ്പോഴും നമുക്ക് എപ്പോഴും നമ്മുടെ നീയത്ത് മാറാം. ഒരാൾ പുകഴ്ത്തിയാൽ നമ്മുടെ നീയത്ത് മാറാം. ഇപ്പൊ എന്നോട് ഒരാൾ പറയാണ്, നിങ്ങളെ ക്ലാസ് മാഷാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ എന്റെ നീയത്ത് മാറാം. അത് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ നീയത്ത് എപ്പോഴും മാറാം. അതിനെ നമ്മൾ ചികിത്സിക്കണം. ഒരു പണ്ഡിതൻ പറയണേ, ഞാൻ ഹദീസ് പഠിക്കാൻ ഒരു ഹദീസ് പഠിക്കുമ്പോൾ ഒരു ഹദീസിൽ തന്നെ പല നീയത്തുകൾ. ഞാൻ ആദ്യം അള്ളാഹ്ക്ക് വേണ്ടിയാകും, പിന്നീട് മാറും, പിന്നെയും. നമ്മുടെ മുൻഗാമികളൊക്കെ ഈ വിഷയത്തിൽ ശക്തമായി പരിശ്രമിച്ചിരുന്നു. നീയത്തിന്റെ വിഷയത്തിൽ നീയത്ത് മാറിപ്പോകുമോ എന്നുള്ള പേടി, ആളുകൾ അറിയുമോ എന്നുള്ള പേടി. ഇപ്പൊ മാലിക് ബിൻ ദീനാർ ഒരു ചരിത്ര സംഭവമാണ്. നമ്മളറിയപ്പെട്ട മാലിക് ദീനാർ ആവണമെന്നില്ല. അദ്ദേഹം ഒരു നാട്ടിൽ എത്തി. ആ നാട്ടിലെത്തിയപ്പോ, ഈ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, എന്നാലും നമുക്ക് ഈ വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം ആയതുകൊണ്ട് ഇതിന്റെ സ്വഹത്ത് ഞാൻ പരിശോധിച്ചിട്ടില്ല. എന്നാലും നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ആയതുകൊണ്ട് അദ്ദേഹം ഒരു നാട്ടിലെത്തി. ആ നാട്ടിലെത്തിയപ്പോ ആ നാട്ടിൽ പട്ടണത്തിൽ ആരും കാണാനില്ല, അവിടെ ആരും ഇല്ല. അങ്ങനെ അദ്ദേഹം കുറെ അന്വേഷിച്ച് ആ നാട്ടിലെ പള്ളിയിലെത്തിയപ്പോ നാട്ടുകാരൊക്കെ പള്ളിയിലുണ്ട്, എല്ലാരും ആ പള്ളിയിലുണ്ട്. അവര് മഴ കിട്ടുന്നില്ല ആ നാട്ടില്. അവർ ദോഹർ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ അസർ വരെ കാത്തുനിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അസർ നിസ്കരിച്ച് മഗ്രിബ് വരെ, അങ്ങനെ മഗ്രിബ് നിസ്കരിച്ച് ഇശാ വരെ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഒരു തുള്ളി മഴ നാട്ടിൽ പെയ്തിട്ടില്ല.
അങ്ങനെ അവർക്ക് തിരിച്ചുപോയി. ഇശ കഴിഞ്ഞിട്ട് എല്ലാവരും തിരിച്ചുപോയി. മാലിക് ബിൻ ദിനാർ പറയാണ്, ഞാൻ യാത്ര കഴിഞ്ഞ് വന്നതായതുകൊണ്ട് ഞാൻ ആ പള്ളിയിൽ തന്നെ അന്തി ഉറങ്ങാൻ തീരുമാനിച്ചു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരാള് പൊതുവെ ആളുകൾ അറിയണ്ടെന്നുള്ള രൂപത്തിൽ നടന്ന് വന്ന് നിസ്കരിച്ചു. രണ്ടേ രണ്ട് റക്അത്ത് നിസ്കരിച്ചു. എന്നിട്ട് അയാൾ പ്രാർത്ഥിച്ചു, അള്ളാഹുവേ, ഈ നാട്ടുകാർക്ക് മഴയില്ല, നീ മഴ പെയ്യിക്കണം. അപ്പം മഴ പെയ്ത്. അയാൾ പ്രാർത്ഥിച്ചപ്പോൾ അപ്പം മഴ പെയ്ത്. ഈ കണ്ട നാട്ടുകാർ മുഴുവൻ പ്രാർത്ഥിച്ചിട്ടും മഴ പെയ്തില്ല. ഈ ഒറ്റ വ്യക്തി. എന്നിട്ട് അയാൾ തിരിച്ചുപോയി. അയാൾ തിരിച്ചു മാലിക് ബിൻ ദിനാർ അയാളുടെ പിന്നാലെ പോയി, ആരാന്നറിയാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അയാൾ പോയ വീടിന് ഒരു അടയാളം വെച്ചു. പിറ്റേ ദിവസം രാവിലെ അയാളുടെ വീട്ടിലേക്ക് മാലിക് ബിൻ ദിനാർ പോയി. ആ വീട് തുറന്നു നോക്കുമ്പോ ഒരു അടിമ കച്ചവടക്കാരന്റെ വീടാണ്. അങ്ങനെ വാതിൽ തുറന്നപ്പോ അടിമ കച്ചവടക്കാരനല്ല ആള്. എന്തിനു വന്നു വെച്ചാൽ ഞാനൊരു അടിമനെ വാങ്ങാൻ വന്നതാണ്. അന്ന് അടിമത്ത സമ്പ്രദായം ഉണ്ട്. ഏതടിമനെ വേണം? നല്ല തടിമുടിക്കുള്ള, നന്നായിട്ട് അധ്വാനിക്കുന്ന കുറെ അടിമകളെ കാണിച്ചെടുത്തു. ഇതൊന്നുമല്ല, അടയാളം നോക്കി വെച്ചിരിക്കണം, ഇയാളൊന്നുമല്ല നമ്മൾ ഇന്നലെ രാത്രി കണ്ട ആള്. അങ്ങനെ നോക്കുമ്പോ ആ വീടിന്റെ ഒരു റൂമിന്റെ മൂലയിൽ ഒരാൾ കുനിഞ്ഞോടിയിരിക്കുന്നുണ്ട്. അയാളാണെന്ന് ഉറപ്പായി. എനിക്ക് ഇയാളാണ് വേണ്ടത്. അപ്പൊ അടിമ കച്ചവടക്കാരൻ പറഞ്ഞു, ഞാൻ ഇയാളെ വിൽക്കൂല, കാരണം നിങ്ങൾ അന്ന് പൈസക്കുള്ള മുതലൊന്നും അതില്ല, ഞങ്ങളെ പറ്റിച്ച പോലെ അവര്, അതൊന്നും കുഴപ്പമില്ല, എനിക്ക് ഇയാളെ തന്നെ വേണമെന്ന്. അങ്ങനെ അവസാനം നിർബന്ധ ബുദ്ധിയാൽ അയാളെ പിടിച്ച് വാങ്ങിക്കൊണ്ടുപോയി പോകുന്ന വഴിക്ക് ഈ അടിമ ചോദിച്ചു എന്നാണ്, നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് ഇന്നെ വാങ്ങിയത്? ഞാൻ എന്നേക്കാൾ തടിമുടുക്കുള്ള മെച്ചുള്ള എത്ര ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ മാലിക് ബിൻ ദിനാർ ഈ സംഭവം പറഞ്ഞു, ഇന്നലെ രാത്രി ഇങ്ങനെ നിങ്ങളെ ഞാൻ കണ്ടു, നിങ്ങൾ പ്രാർത്ഥിച്ചത് കേട്ടു, മഴ പെയ്തത് ഞാൻ നേരിട്ട് കണ്ടു. അപ്പൊ ഇയാള് പറഞ്ഞു, അടിമ പറഞ്ഞു, നിങ്ങൾ കാള് മാറിയതാവും, ഞാനല്ലാതെ, ഞാൻ ആകൂല, കാള് മാറിയതാണോ? എനിക്ക് ഉറപ്പാണെന്ന് പറഞ്ഞു, നിങ്ങൾ തന്നെയാണ്. അപ്പൊ ആ അടിമ അവിടെ കിടന്ന് സുജൂദിൽ കിടന്ന് പ്രാർത്ഥിച്ചു എന്നാണ്, യാ സാഹിബ സിർരി ഇന്ന സിർറ ഖദ് വഹർ. അള്ളാഹുവായിട്ട് അവിടെ പ്രാർത്ഥിക്കണം, അള്ളാഹുവെ, എന്റെ രഹസ്യം സൂക്ഷിച്ചു വെച്ചവനെ, സിർറ് രഹസ്യം ഇവിടെ വെളിവായിരിക്കുന്നു, എനിക്ക് ഇനി സിർറ് വെളിവായതിനു ശേഷം ജീവിക്കാൻ കഴിയൂല എന്ന് അയാൾ പറഞ്ഞു. അയാൾ അവിടെ വഫാത്തായി എന്നാണ്. നമ്മൾ എന്താണോ ലക്ഷ്യം വെച്ചത് അതാണ് നമ്മൾക്ക് കിട്ടുക. നല്ല നീയത്ത് എന്നുള്ളത് അള്ളാഹു തരുന്നൊരു സമ്മാനാണ്. വേറൊന്നും പ്രതീക്ഷിക്കാതെ റബ്ബിൽ മാത്രം പ്രതീക്ഷിക്കുക. നമ്മുടെ മനസ്സിന്റെ ഉള്ളില് ഞാൻ നേരത്തെ പറഞ്ഞ മറഞ്ഞു കിടക്കുന്ന വികാരം, ഷഹ്വത്തുൻ ഖഫിയ, അതില്ലാതിരിക്കുക. ലക്ഷ്യം അള്ളാഹു ആവുക. ഇത് അധ്വാനത്തിന്റെ വിഷയമാണ്, വെറുതെ കിട്ടൂല. നമ്മൾ നല്ലതാണ് എന്ന് നമ്മൾക്ക് തോന്നാൻ പറ്റൂല. ഹദീസ് ഉണ്ടല്ലോ, മൻ സ്വാമ റമളാന ഈമാനൻ വഹ്തിസാബ, മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബ. ഈ ഹദീസിലൊക്കെ ഇഹ്തിസാബൻ എന്ന് പറഞ്ഞാൽ നീയത്താണെന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. പ്രതിഫലം ആഗ്രഹിക്കുക എന്നാണ് അർത്ഥം വെക്കല്. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അർത്ഥം വെച്ചത് അൻ യുരീദ അല്ലാഹ തആല വഹ്ദഹു, അല്ലാഹനെ മാത്രം ഉദ്ദേശിക്കുക. ലാ യഖ്സിദു റുഇയത്തൻ നാസി, ജനങ്ങൾ എന്നെ കാണണം എന്ന് ലക്ഷ്യം വെക്കാതിരിക്കുക. വലാ ഗൈറ ദാലിക മിമ്മാ യുഖാലിഫുൽ ഇഖ്ലാസ, ഇഖ്ലാസിന് ഘടകവിരുദ്ധമായി മറ്റു ചിന്തകൾ ഇല്ലാതിരിക്കുക. എങ്കിലാണ് നമ്മൾ ഇഹ്തിസാബോട് കൂടി കർമ്മം ചെയ്ത്, നോമ്പിന് മാത്രമല്ല, നിസ്കാരത്തിന് മാത്രമല്ല, ഏത് കർമ്മവും അള്ളാഹ് പ്രതിഫലം തരണം, അത് ഈ പറയപ്പെട്ട ഇഖ്ലാസ് ആണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നു. നമ്മുടെ മനസ്സിന്റെ വൃത്തി പ്രധാനമാണ്. മനസ്സ് വൃത്തി ഉണ്ടെങ്കിൽ, ഖൽബ് ശുദ്ധമാണെങ്കിൽ നിയത്ത് നല്ല നിയത്തായിരിക്കും. അവിടേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നല്ലത് തരും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹൃദയങ്ങളിലേക്ക് നോക്കുന്നു എന്നാണ്. ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ സുവരിക്കും വലാ ഇലാ ജിസാമിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ രൂപങ്ങളിലേക്കോ ഹാവഭാവങ്ങളിലേക്കോ ശരീരഭംഗിയിലേക്കോ ഒന്നുമല്ല,
മറിച്ച് നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കാണ് നോക്കുന്നതെന്ന് ഹദീസ് നമ്മൾ ഇങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. ചില ആളുകൾ അത് വ്യാഖ്യാനിക്കല്, ഞാൻ എങ്ങനെ വസ്ത്രം ധരിച്ചാലും എന്റെ മനസ്സ്, ഞാൻ പറഞ്ഞ് താടി പഠിച്ചാലും മനസ്സ് നന്നായാൽ മതി, ഞാൻ ഈ നെര്യാണിക്കതായ വസ്ത്രം ധരിച്ചാലും മനസ്സ് നന്നായാൽ മതി, ഞാൻ ഈ കുറച്ചൊക്കെ നിസ്കാരം മിസ്സാക്കിയാലും മനസ്സ് നന്നായാൽ മതി. അതല്ല ഹദീസിന്റെ അർത്ഥം. മനസ്സ് നന്നാകുമ്പോൾ സ്വാഭാവികമായിട്ടും താടി വരും, നെര്യാണിക്കുള്ള വസ്ത്രം പോകും, 5 വക്ത് കൃത്യാവും. അങ്ങനെയാണ് അതിനെ മനസ്സിലാക്കേണ്ടത്. എപ്പോഴും നമ്മുടെ ഹൃദയം വിശുദ്ധമാകാൻ നമ്മൾ പരിശ്രമിക്കുക, കഴുകുക. അള്ളാഹു എന്റെ നീയത്ത് നന്നാക്കി തരണേ എന്ന് ആത്മാർത്ഥമായിട്ടാണ് പ്രാർത്ഥിക്കുക. പ്രാർത്ഥന വലിയൊരു സബബാണ് നീയത്ത് നന്നാവാൻ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രാർത്ഥന വലിയൊരു സബബാണ്. പ്രാർത്ഥിച്ച് നേടാൻ പറ്റും, നമുക്ക് പലതും പ്രാർത്ഥിച്ച് നേടാൻ പറ്റും. അള്ളാഹു എന്റെ നീയത്ത് നന്നാക്കി തരണേന്ന് എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കണം. കാരണം നമ്മുടെ ചുറ്റും അങ്ങനെയുള്ള ഫിത്തനകളാണെന്ന് വ്യാപകം. എല്ലാരും പ്രകടിപ്പിക്കുന്ന കാലത്ത്, എല്ലാം പ്രകടിപ്പിക്കുന്ന കാലത്ത്, ദീനിനെതിരെ തുറന്ന് സംസാരിക്കുന്ന കാലത്ത് അള്ളാഹു എനിക്ക് നല്ലൊരു നീയത്ത് തരണേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. നമ്മളെ അമലിനെ കുറിച്ച് ഇടയ്ക്ക് ആലോചിക്കണം. അള്ളാഹിന്റെ നീയത്ത് നന്നാക്കി തരണേ. പ്രാർത്ഥിച്ചാൽ അള്ളാഹ് നന്നാക്കി തരുന്ന ഉറപ്പാണ്. അള്ളാഹ് കഴിയാത്ത ഒന്നുമില്ല. അള്ളാഹ് നമ്മുടെ നീയത്ത് വൃത്തിയുള്ള നീയത്തനാക്കി തരും. ഒരുപാട് പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടിയ സന്ദർഭങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. നല്ല നീയത്തോടു കൂടി പ്രാർത്ഥിക്കുക, നല്ല നീയത്ത് അള്ളാഹ് തരും. അപ്പൊ നീയത്ത് നന്നാവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് നന്നായിട്ട് അള്ളാഹുവിനോട് ആദ്യമായിട്ട് ദുആ ചെയ്യുക, അധ്വാനിക്കുന്നതിലൂടെ പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയുടെ വിഷയത്തിൽ പലരും മനസ്സിലാകാത്ത പോകുന്ന ഒരു അസുലാണ്, പ്രാർത്ഥിക്കും അതിനുവേണ്ടി പണിയെടുക്കൂല. പ്രാർത്ഥിക്കും, ഒരാൾ പ്രാർത്ഥിക്കാണ്, അള്ളാഹുവേ എന്റെ നിസ്കാരം നന്നാക്കി തരണേ, അയാൾ പള്ളിക്ക് തന്നെ പോകുന്നില്ല, നിസ്കാരം നന്നാവൂല. ഒരാൾ പ്രാർത്ഥിക്കണം, അള്ളാഹുവേ എന്നെ പരീക്ഷയിൽ വിജയിപ്പിക്കണേ, അയാൾ പഠിക്കും, ടെക്സ്റ്റ് വർക്കൊന്നുമില്ല, അങ്ങനെ വിജയിക്കൂല. പ്രാർത്ഥനയുടെ വിഷയത്തിൽ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫിഖ്ഹാണ് എന്ത് പ്രാർത്ഥിക്കുമ്പോഴും അതിനുവേണ്ടി നമ്മുടെ ഭാഗത്തുനിന്ന് പരിശ്രമം ഉണ്ടാവുക. അള്ളാഹുവേ എനിക്ക് ഉപജീവന മാർഗം റെഡിയാക്കി തരണേ, ജോലി അന്വേഷിക്കില്ല, വീട്ടിലിങ്ങനെ കുത്തിരിക്കാൻ റെഡിയാവില്ല. ജോലി അന്വേഷിക്കണം, കൂടെ പ്രാർത്ഥിക്കണം. അതാണ് അള്ളാഹു നമ്മളെ പഠിപ്പിച്ചത്. പ്രാർത്ഥനയുടെ വിഷയത്തിൽ മനസ്സിലാക്കേണ്ട ഒരു ഭാഗമാണ് അത്. നീയത്ത് നന്നാക്കി തരണേ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ നീയത്ത്, കൽബ് പെട്ടെന്ന് മാറുമല്ലോ, ഹൃദയം പെട്ടെന്ന് മാറിയല്ലോ. അപ്പം ആദ്യം ഇങ്ങനെ കുറച്ച് ചിന്തകൾ വരും, പിന്നെ അത് റെഡിയാക്കുക. അതിന്റെ അർത്ഥം എന്തല്ല, ചില ആളുകൾ നീയത്ത് എന്ന് പറഞ്ഞിട്ട് വസ്വാസിലാകലുണ്ട്. അതിന്റെ കൂടെ മനസ്സിലാക്കണ്ട. ചില ആളുകൾ എത്ര കൈ കെട്ടിയാലും കൈകെട്ടലാവൂല. അവിടെ പള്ളിയിൽ പോയിട്ട് കൈകെട്ടു, അല്ലാഹു അക്ബർ, പക്ഷെ നീയത്ത് മോശമാണ്, അല്ലാഹു അക്ബർ. ഈ നീയത്ത് വസ്വാസുള്ള ആളുകളൊക്കെ റുക്കൂയിൽ ഇമാം പോകുമ്പോൾ വല്ല നീയത്ത് ശരിയാവും. ശ്രദ്ധിച്ചോളൂ നിങ്ങൾ, റുക്കൂക്ക് ഇമാമാണ് പോയാലും നീയത്താണ് ശരിയാവും. അതെങ്ങനെ ശരിയാവണോ? അതില്ല, അത് വസ്വാസാണ്. ഏത് വിഷയത്തിലും ഓവറാവാതിരിക്കുക, നമ്മളെ കൊണ്ടാവുന്ന രൂപത്തിൽ പരിശ്രമിക്കുക. നീയത്ത് പ്രത്യേകം ചൊല്ലി പറയേണ്ടതുണ്ടോ? ഇല്ല, ഒരു കർമ്മത്തിലും നീയത്ത് ചൊല്ലി പറയേണ്ടതില്ല. അള്ളാഹു സുബ്ഹാനഹു തആലക്ക് വേണ്ടി ളുഹർ 4 റക്അത്ത് ഫറളായി അതായി ഞാൻ നിസ്കരിക്കുന്നു പറഞ്ഞിട്ട് വേണ്ട നിസ്കരിക്കാൻ. അത് നമ്മൾ പള്ളിയിൽ പോകുമ്പോൾ തന്നെ നമ്മളെ മനസ്സിൽ എന്തുണ്ട്, എന്നാ തീരെ ഒന്നുമില്ലാതെ നെവർ മൈൻഡായി പോയി നിസ്കരിക്കുകയും ചെയ്യരുത്. ളുഹറാണോ അസറാണോ സുബഹിയാണെന്നില്ല, അത് നിസ്കരിക്കുക, അതും ഇല്ല. ഓവറായി ചൊല്ലി പറയലും ഇല്ല. നീയത്തിന്റെ മഹല്ല് കൽബാണ്, ഹൃദയമാണ്, നാവല്ല. നാവുകൊണ്ട് പറഞ്ഞാൽ നീയത്താവില്ല. ഇനി ഒരാള് ളുഹർ 4 റക്അത്ത് അള്ളാഹു സുബ്ഹാനഹു തആലക്ക് വേണ്ടി അതാ ആയി നിസ്കരിക്കുന്നു നാവുകൊണ്ട് പറഞ്ഞാലും കൽബിലെയും കാര്യമില്ല. നാവുകൊണ്ട് പറയല് ബിദ്അത്താണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിന് എതിരാണ്. ഷാഫി മദ്ഹബിൽ ഇമാം ഷാഫി അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. നീയത്ത് ചൊല്ലി പറയണം. നീയത്തിന്റെ മഹല്ല് ഖൽബ് തന്നെയാണ്. അത് നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കുക. നമ്മൾ ചൊല്ലി പറഞ്ഞുകൊണ്ട് നീയത്ത് മെച്ചപ്പെടുന്നില്ല. ചൊല്ലി പറഞ്ഞതുകൊണ്ട് നീയത്ത് ഉഷാറാവൂല. അത് നമ്മുടെ ഹൃദയത്തെ ചികിത്സിക്കാനേ വയ്യുള്ളൂ. ഹൃദയം വൃത്തിയുണ്ടെങ്കിൽ അള്ളാഹു അവിടേക്ക് അള്ളാഹുവിൻ്റെതായ പല വരദാനങ്ങളും തരും. പലതും അള്ളാഹു കോരിച്ചെരിയും. ഹൃദയം വൃത്തിയുള്ള ഹൃദയമാണെങ്കിൽ, ഹൃദയം മലീമസമാണെങ്കിൽ അവിടേക്ക് പല ബാബുകളും അള്ളാഹ് അടക്കും. ഇപ്പൊ അറിവിനെ പറ്റി പറയാറുണ്ട് ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ നൂനിയയില്, അൽ ഇൽമു യദ്ഖുലു ഖൽബ കുല്ലി മുവഫഖിൻ മിൻ ഗൈരി ബവാബിൻ വലസ്തിഅദാനി വയറുദ്ദുഹുൽ മഹറൂമു മിൻ ഖിദ്ലാനിഹി ലാ തുഷ്ഖിന അല്ലാഹുമ്മ
ബിൽ ഹിർമാനി, അറിവാകുന്നത് യദ്ഖുലു, അത് പ്രവേശിക്കും, ഖൽബ കുല്ലി മുവഫഖിൻ, അള്ളാഹു തൗഫീഖ് നൽകിയ ഹൃദയങ്ങളിലേക്ക് അറിവ് വന്ന് പ്രവേശിക്കും. മിൻ ഗൈരി ബവ്വാബിൻ വലസ്തിഅദാനി, ഞാൻ അവിടെ നിന്ന് കയറട്ടെ എന്നൊരു പാറാവുകാരനോ അനുവാദത്തിന്റെ ആവശ്യമില്ല, അത് ആ ഹൃദയത്തിലേക്ക് കയറും. അതേപോലെ തന്നെയാണ് അള്ളാഹിന്റെ ഈ രൂപത്തിലുള്ള തൗഫീഖുകൾ. നിയ്യത്ത് നല്ലൊരു തൗഫീഖാണ്. ഹൃദയം വൃത്തിയാണെങ്കിൽ കയറും. ഹൃദയം മലീമസമാണെങ്കിൽ, മോശമാണെങ്കിൽ അവിടേക്ക് മോശപ്പെട്ട നിയ്യത്തുകളെ വരൂ. ആളുകൾ കാണണം, ആളുകൾ അറിയണം, ഞാൻ പ്രശസ്തനാകണം, എൻ്റെ പേര് പോസ്റ്ററിൽ വരണം, എൻ്റെ ഫോട്ടോ റീലാകണം, എൻ്റെ വീഡിയോ റീലാകണം, അതിന് ഇത്ര ലൈക്ക് കിട്ടണം. നമ്മൾ ആ കാലത്തെ ജീവിക്കണത്. ഒരു ഫോട്ടോ വെച്ച്, നമ്മുടെ മുസ്ലിം മതത്തിൽ പെൺകുട്ടികളും ആൺകുട്ടികളാണ് കൂടുതൽ. പെരുന്നാൾക്കൊക്കെ ഒരു ഫോട്ടോ വെച്ച് ആ ഫോട്ടോ റീലാക്കി അതിന് പിറകിൽ ഒരു മ്യൂസിക്കിന്റെ അകമ്പടി വെച്ച് അതിന് ആ ഹേർട്ട് ഇമേജ് ഉള്ള ലൈക്ക് ഉണ്ടല്ലോ ഇൻസ്റ്റാഗ്രാമിൽ, ആ ചുവന്ന കത്തണ ലൈക്ക്, അതാണ് കിട്ടുമ്പോൾ മനസ്സിന് കിട്ടുന്ന ഒരു ആവേശം നിസ്കാരത്തിന് കിട്ടുന്നില്ല. ആ കാലത്ത് നമ്മൾ ജീവിക്കണം. നമ്മൾ അള്ളാന്റെ രേഖയിൽ നമ്മൾ ഉണ്ടാകണം എന്നുള്ളിടത്താണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല, അള്ളാഹു ഒരാളെ ഇഷ്ടപ്പെട്ടാൽ ജിബ്രീലിനോട് പറയും എനിക്ക് ഇയാളെ ഇഷ്ടമാണ്, അതുകൊണ്ട് അഹിബഹു, നീയും അവനെ ഇഷ്ടപ്പെടണം. നമ്മൾ അവിടേക്കെത്തണം. നമ്മൾ അങ്ങോട്ടാണ് ലക്ഷ്യം വെക്കേണ്ടത്. ഇൻസ്റ്റാഗ്രാമിൽ ആര് ലൈക്ക് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഫേസ്ബുക്കിൽ ആര് ലൈക്ക് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ ആരറിഞ്ഞിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മുടെ ഖബർ ജീവിതം, ബർസഖി ജീവിതം, നമ്മുടെ മഹ്ശറിന്റെ അവസ്ഥ, നമ്മുടെ സ്വർഗ്ഗ നരകം, അത് മാത്രമാണ് നമ്മുടെ വിഷയം. അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളാണ് നമ്മുടെ നീയത്തിലൂടെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. നീയത്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലാണ്. നമ്മൾ അധ്വാനിച്ച് തിരിച്ചു പിടിക്കണം. മുസ്ലിം ഉമ്മത്ത് അധ്വാനിച്ച് തിരിച്ചു പിടിക്കണം. കാരണം എല്ലാത്തിന്റെയും അടിസ്ഥാനം എന്ന് പറയുന്ന നീയത്താണ്. ആ നീയത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ എന്തുണ്ടായിട്ടും കാര്യമില്ല. ഞാൻ നേരത്തെ 60 വയസ്സുള്ള ഒരാളെ ഉപമ പറഞ്ഞു. 60 വയസ്സുള്ള ആള്, അയാൾക്ക് പ്രായപൂർത്തി എത്തിയത് മുതൽ ചെയ്ത ഇബാദത്തുകൾ അള്ളാന്റെ മുമ്പിൽ എത്തുമ്പോൾ അള്ളാഹ് പറയാണ് സ്വീകരിക്കൂല. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തരുത്. അങ്ങനത്തെ ഹതഭാഗ്യന്മാരുടെ കൂട്ടത്തിൽ നമ്മൾ പെട്ടുപോകരുത്. നമ്മൾ ആരറിഞ്ഞിട്ടില്ലെങ്കിലും കുഴപ്പമില്ല സഹോദരങ്ങളെ, സഹോദരിമാരെ. ആര് നമ്മളെ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അള്ളാന്റെ അടുത്ത് ലൈക്ക് കിട്ടിയാൽ മതി. അള്ളാന്റെ അടുത്തൊരു ലൈക്ക് ഉണ്ടായാൽ മതി. അള്ളാന്റെ രേഖയിൽ സ്ഥാനം ഉണ്ടായാൽ മതി. ഇതെന്റെ അടിമയാണ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തണം. അള്ളാഹു നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹിലേക്ക് ഉയരുന്നതാണ്. എങ്ങനെ ഉയരുക? നീയത്തില്ലെങ്കിൽ മുറിയും. അള്ളാഹുലേക്ക് കലിമത്തൊയ്യബ് ഉയരുന്നാണല്ലോ. നീയത്തില്ലെങ്കിൽ മുറിഞ്ഞു പോകും. പ്രാർത്ഥനകൾ ഉയരും, നീയത്തില്ലെങ്കിൽ മുറിഞ്ഞു പോകും. സൽക്കർമ്മങ്ങൾ ഉയരും, നീയത്തില്ലെങ്കിൽ മുറിഞ്ഞു പോകും. നമുക്ക് മുറിയാതെ അള്ളാഹിലേക്ക് എത്തണം. അതിന് നീയത്ത് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും പറഞ്ഞതിൽ നിന്ന് നമ്മുടെ നീയത്തിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലായി. പറഞ്ഞ ഞാൻ ഈ വിഷയത്തിൽ ഉഷാറാണെന്നുള്ളതല്ല, നമ്മളെല്ലാവരും പരിശ്രമിക്കുക. നമ്മുടെ ബാക്കിയൊക്കെ മെച്ചപ്പെടും. നീയത്ത് ഉഷാറാണെങ്കിൽ ബാക്കിയെല്ലാം താനെ മെച്ചപ്പെടും. നീയത്ത് നല്ലതിലെങ്കിൽ എന്തും ചെയ്യടോ, തൗഫീഖ് പിന്നിൽ നിന്ന് തള്ളിത്തരുമടോ. നമുക്ക് നീയത്ത് തന്നാണെങ്കിൽ നമുക്ക് അള്ളാഹിന്റെ തൗഫീഖ് നമ്മൾക്ക് ഉണ്ടാകും. നമ്മുടെ നീയത്ത് മെച്ചപ്പെട്ടാൽ, നമ്മുടെ ഉദ്ദേശം നന്നായാൽ, നമ്മുടെ മനസ്സ് വൃത്തിയായാൽ, അള്ളാഹുവിനെ ലക്ഷ്യം വെച്ചാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ച പോലെ ജീവിക്കാൻ ആഗ്രഹിച്ചാൽ, അള്ളാഹുവിനോട് പ്രിയം വെച്ചാൽ, അള്ളാഹുവിനോട് മഹബത്ത് വെച്ചാൽ, അള്ളാഹു എല്ലാ നിലക്കുമുള്ള സൗഖ്യം, സമാധാനം, ആനന്ദം ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഇട്ടുതരും. ഇതില്ലെങ്കിൽ സമാധാനക്കേടും പിന്നെ അസുഖവും മാനസിക ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. നമ്മുടെ നീയത്ത് ഇതിനൊക്കെ ബാധിക്കുന്ന വിഷയമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് പണ്ഡിതന്മാർ ഈ വിഷയത്തിലുണ്ട്. എല്ലാവരും ഉദ്ധരിക്കും. നമ്മളിപ്പോൾ കുറേ ഹദീസുകളും ചില പണ്ഡിതന്മാരുടെ വിഷയമൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. അള്ളാഹു ഇവരെ പോലെയൊക്കെ നീയത്തിന്റെ വിഷയത്തിൽ അധ്വാനിക്കുന്ന, ആത്മാർത്ഥമായി പരിശ്രമിക്കുന്ന, ഖുർആൻ ഓതുമ്പോഴും നിസ്കരിക്കുമ്പോഴും നോമ്പ് നോൽക്കുമ്പോഴും ക്ലാസ് നടത്തുമ്പോഴും ക്ലാസ് കേൾക്കുമ്പോഴും ഖുത്ബ നടത്തുമ്പോഴും ഖുത്ബ കേൾക്കുമ്പോഴും ഏത് ഇബാദത്ത് ചെയ്യുമ്പോഴും പരിശുദ്ധമായ നീയത്തോടുകൂടി, കറയില്ലാത്ത നീയത്തോടുകൂടി അമലുകൾ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും റബ്ബ് സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ വന്നുപോയിട്ടുള്ള, പ്രത്യേകിച്ച് നീയത്തിന്റെ വിഷയത്തിൽ വന്നുപോയിട്ടുള്ള അപാകതകൾ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ മരണപ്പെട്ടു പോയവരുണ്ട്. നമ്മുടെ ഉസ്താദുമാർ, നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകാർ. അള്ളാഹു എല്ലാവരുടെ ഖബറിടവും അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أصلح نياتنا يا رب العالمين. سبحانك اللهم إني أسألك الهدى
والتقى والعفاف والغنى. اللهم إني أسألك علما نافعا ورزقا اللهم إنا نسألك علما نافعا ورزقا طيبا وعملا متقبلا. اللهم إنا نسألك علما نافعا ورزقا طيبا وعملا متقبلا. اللهم إنا نسألك علما نافعا ورزقا طيبا وعملا متقبلا. هذا والله أعلم، وأستغفر الله لي ولكم ولسائر المسلمين من كل ذنب فاستغفروه إنه هو الغفور الرحيم. وصلى الله وسلم وبارك على نبينا حبيبنا محمد والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.